നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പൈത്തോണിലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. പൈത്തോൺ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. C++, ജാവ തുടങ്ങിയവയെല്ലാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതുപോലെ തന്നെ പൈത്തോണും ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് പാരഡൈം ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റ് എന്നാണ്. പ്രോഗ്രാമിംഗ് പാരഡൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റൈൽ. സോ നമ്മളിതിൽ കൂടുതലുമായി ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റുകളാണ്. നമ്മൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ ഒരുപാട് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അവയുമായി ബന്ധപ്പെട്ട ഡാറ്റാസും ഫങ്ഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് അത്തരം ഡാറ്റാസും ഫങ്ഷൻസും എല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലാസ് എന്ന് പറയുന്നതും അതുപോലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതുമാണ്. സോ ക്ലാസ് എന്ന് പറയുന്നത് ബ്ലൂ പ്രിൻ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അതുപോലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മെമ്പർ ഓഫ് ക്ലാസ് ആണ്. സോ നമുക്ക് ഇതിൽ ഒബ്ജക്റ്റ് എന്നാൽ എന്താണെന്ന് നോക്കാം. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യവും കാണുന്ന എല്ലാ വസ്തുക്കളും ഒരു ഒബ്ജക്റ്റാണ്. ഉദാഹരണമായി നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ, അതുപോലെ ലാപ്ടോപ്പ്, TV ഇവയെല്ലാം ഒരു ഒബ്ജക്റ്റാണ്. അതുപോലെ നമ്മൾ റോട്ടിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന കാർ, ഓട്ടോറിക്ഷ, അതുപോലെ ബസ് ഇവയെല്ലാം മറ്റൊരു ഒബ്ജക്റ്റാണ്. സോ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് എന്നാൽ എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ക്ലാസ് എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള ഒബ്ജക്റ്റുകളുടെ ഒരു കൂട്ടത്തെ നമുക്ക് ക്ലാസ് എന്ന് വിളിക്കാം. ഉദാഹരണമായി നമ്മൾ ഈ സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, TV എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റുകൾ എടുക്കുകയാണെങ്കിൽ ഇവയെ ഒരു ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്താം. സോ ഇവയെല്ലാം അടങ്ങിയിട്ടുള്ളത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ക്ലാസ്സിനെ നമുക്ക് ഇലക്ട്രോണിക്സ് എന്ന് വിളിക്കാം. സോ നമ്മുടെ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ഒബ്ജക്റ്റ് ഒരേ രീതിയിലുള്ള ഒബ്ജക്റ്റുകളുടെ ഒരു കൂട്ടമാണ് ക്ലാസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ മൂന്ന് ഒബ്ജക്റ്റിനെ നമുക്കൊരു ക്ലാസ് ആക്കി മാറ്റണമെങ്കിൽ നമുക്കതിനെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആക്കി ഇതിനെ മാറ്റാം. കാരണം ഇവയെല്ലാം ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഇനി നമ്മൾ താഴോട്ട് വന്നാൽ കാർ, ഓട്ടോ, ബസ് ഇവയെല്ലാം നമുക്കറിയാം വെഹിക്കിൾസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ്. സോ ഇവയെ നമുക്ക് വെഹിക്കിൾസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. സോ നിങ്ങളിപ്പോൾ ഒബ്ജക്റ്റ് എന്നാൽ എന്താണെന്നും ക്ലാസ് എന്നാൽ എന്താണെന്നും മനസ്സിലായെന്ന് കരുതുന്നു. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും കാണുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഒരേ തരത്തിലുള്ള ഒബ്ജക്റ്റുകളുടെ ഒരു കൂട്ടത്തെ നമുക്ക് ക്ലാസ് എന്ന് വിളിക്കും. സോ നമ്മൾ ഇവിടെ ഈ രണ്ട് എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലായെന്ന് കരുതുന്നു. ഏതൊരു ഒബ്ജക്റ്റിനും കുറച്ച് പ്രോപ്പർട്ടീസും അതുപോലെ കുറച്ച് മെത്തേഡ്സും ഉണ്ടായിരിക്കും. പ്രോപ്പർട്ടീസിനെ നമുക്ക് ആട്രിബ്യൂട്ട്സ് എന്നും വിളിക്കാം. അതുപോലെ മെത്തേഡ്സിനെ നമുക്ക് ബിഹേവിയർ എന്നോ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്നോ വിളിക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ ഈ കാർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ കാറിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കാർ മോഡൽ നെയിം ഉണ്ടായിരിക്കും. അതുപോലെ കാറിനൊരു കളർ ഉണ്ടായിരിക്കും. അതുപോലെ കാറിനൊരു പ്രൈസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് അതിനുണ്ടായിരിക്കും. ഇതെല്ലാം കാറിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇനി കാറിൻ്റെ ഫങ്ഷൻസ് അഥവാ കാറിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് കാർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും. കാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ നമുക്ക് കാർ റൺ ചെയ്യാം, കാർ ഓടിച്ചു പോകാം, അതുപോലെ കാർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ ഇതാണ് പ്രധാനപ്പെട്ട കാറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഈ കാറിൻ്റെ ഈ ഫങ്ഷൻസിനെ നമുക്ക് ഫങ്ഷൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്കിതിനെ മെത്തേഡ്സ് എന്നും വിളിക്കാം. സോ ഏതൊരു ഒബ്ജക്റ്റിനും പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും, മെത്തേഡ്സും ഉണ്ടായിരിക്കും. സോ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് നമുക്ക് റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന ഓരോ വസ്തുവിനെയും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അത് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് കാർസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിനുള്ളിൽ നമ്മൾ നെയിം, പ്രൈസ്, കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുന്നു. ശേഷം നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. കാർ 1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, കാർ 2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്. കാർ 1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നമ്മൾ മാരുതി സ്വിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതിൻ്റെ കാർ നെയിം, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ കളർ കൊടുക്കുന്നു. കാർ 2 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നമ്മൾ ടൊയോട്ട ഇന്നോവയുമായി ബന്ധപ്പെട്ട അതിൻ്റെ നെയിം, അതായത് ടൊയോട്ട ഇന്നോവ, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ കളർ തുടങ്ങിയയും കൊടുക്കുന്നു. സോ ഇതാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഈ ക്ലാസ്സും ഈ ഒബ്ജക്റ്റും നമുക്ക് പ്രോഗ്രാമിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ക്ലാസ്സിൻ്റെ പേര് കാർസ് എന്നാണ്. സോ ഞാനിവിടെ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം ക്ലാസ് എന്ന കീവേഡ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്ലാസ് നെയിം കൊടുക്കുക, കാർസ്. ക്ലാസ് നെയിം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ക്യാമൽ കേസ് സ്റ്റൈലാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഓരോ വേർഡിൻ്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലായിരിക്കണം. അതിനുശേഷം നമ്മുടെ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് അഥവാ അതുമായി ബന്ധപ്പെട്ട ഡാറ്റ അല്ലെങ്കിൽ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് നെയിം, പ്രൈസ്, കളർ എന്ന് പറയുന്ന 3 വേരിയബിളാണ്, അല്ലെങ്കിൽ 3 ഡാറ്റകളാണ്. സോ അത് ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് നമുക്കൊരു പ്രത്യേക ഇനിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മുഖാന്തരമാണ് നമ്മളത് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. സോ ആ ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. DEF കീവേഡ് ഉപയോഗിച്ച് ഇനിറ്റ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഒരു ഫംഗ്ഷൻ വരും. അത് 2 അണ്ടർസ്ക്വയർ, അതിനുശേഷം ഇനിറ്റ്,
അതിനുശേഷം വീണ്ടും അണ്ടർസ്ക്വയർ. സോ നമ്മൾ ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇതിനുള്ളിൽ സെൽഫ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ടായിരിക്കും. സോ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റിനെയാണ്. അതിനുശേഷം നമ്മൾ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സെൽഫ് ഡോട്ട് നെയിം, സെൽഫ് ഡോട്ട് പ്രൈസ്, സെൽഫ് ഡോട്ട് കളർ. ഈ സെൽഫ് എന്ന് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. സോ നമ്മൾ ഉപയോഗിക്കുന്നത് ഒറ്റ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് നേരിട്ട് ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഡാറ്റ, അതായത് നെയിം എന്ന് പറയുന്നത് മാരുതി, ഈ സ്വിഫ്റ്റ്, ഇതുപോലെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു പാരാമീറ്റർ കൊടുത്ത ശേഷം ഇത് വാല്യൂ പാസ് ചെയ്യാം. സോ നമ്മൾ 3 പാരാമീറ്റർ കൊടുക്കുന്നു. നെയിം, പ്രൈസ്, കളർ. ഈ 3 പാരാമീറ്റേഴ്സിനും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. സെൽഫ് ഡോട്ട് നെയിം ഈസ് ഈക്വൽ ടു നെയിം, സെൽഫ് ഡോട്ട് പ്രൈസ് ഈസ് ഈക്വൽ ടു പ്രൈസ്, സെൽഫ് ഡോട്ട് കളർ ഈസ് ഈക്വൽ ടു കളർ. സോ ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം അസൈൻ ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വേരിയബിൾസ് അല്ലെങ്കിൽ ഡാറ്റ ഫീൽഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു മെത്തേഡായിരുന്നു. സോ ഞാനിവിടെ DEF കീവേഡ് ഉപയോഗിച്ച് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. മെത്തേഡിനുള്ളിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. ഞാനിവിടെ എൻജിൻ സ്റ്റാർട്ടഡ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഉദാഹരണമായി നമ്മളിവിടെ മാരുതി സ്വിഫ്റ്റ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് മാരുതി സ്വിഫ്റ്റ് എൻജിൻ സ്റ്റാർട്ടഡ് എന്ന് കിട്ടണം. സോ അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ഇവിടെ സെൽഫ് ഡോട്ട് നെയിം എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ സെൽഫ് ഡോട്ട് നെയിമിലെ വാല്യൂ പ്ലസ് എൻജിൻ സ്റ്റാർട്ടഡ്. സോ നമ്മൾ മാരുതിയാണ് കൊടുത്തതെങ്കിൽ മാരുതി എൻജിൻ സ്റ്റാർട്ടഡ് എന്ന് കിട്ടും, അല്ലെങ്കിൽ ടൊയോട്ടയാണ് കൊടുത്തതെങ്കിൽ ടൊയോട്ട എൻജിൻ സ്റ്റാർട്ടഡ് എന്ന് കിട്ടും. സോ നമ്മൾ നമ്മുടെ ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ പ്രോപ്പർട്ടിയും ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ 2 ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഒബ്ജക്റ്റുകൾ കാർ 1, കാർ 2, ഒന്ന് മാരുതി സ്വിഫ്റ്റ്, 2 ടൊയോട്ട ഇന്നോവ ആയിരുന്നു. സോ നമുക്ക് ആദ്യമായി കാർ 1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഈക്വൽ ടു ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഇത് ഏത് ക്ലാസ്സുമായി ബന്ധപ്പെട്ടതാണ്? സോ നമ്മൾ കാർസ് എന്ന് പറയുന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ടതാണ്. ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് 3 വാല്യൂസ് ആണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. കാർ നെയിം, അതുപോലെ പ്രൈസ്, കളർ. സോ ആദ്യമായി നമ്മൾ കാർ നെയിം കൊടുക്കുന്നു, മാരുതി സ്വിഫ്റ്റ്. രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് പ്രൈസ് ആണ്. സോ നമ്മൾ 10,000 എന്ന് കൊടുക്കുന്നു. മൂന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് കളറാണ്, അത് നമ്മൾ റെഡ് എന്ന് കൊടുക്കുന്നു. നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കാർ 2 ഇസ് ഈക്വൽ ടു കാർസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ടൊയോട്ട ഇന്നോവ. അതിനുശേഷം പ്രൈസ് 20,000, കളർ വൈറ്റ്. സോ ഈ ഒരു വാല്യൂ നെയിം, പ്രൈസ്, കളർ നമ്മുടെ ഈ പാരാമീറ്റേഴ്സിലോട്ട് നമ്മൾ പാസ് ചെയ്യുന്നു. അതിനുശേഷം സെൽഫ് ഡോട്ട് നെയിം, സെൽഫ് ഡോട്ട് പ്രൈസ്, സെൽഫ് ഡോട്ട് കളർ എന്ന് പറയുന്ന 3 വേരിയബിളോട്ട് അസൈൻ ചെയ്യുന്നു. സോ നമുക്ക് കാർ 1ൻ്റെയും കാർ 2ൻ്റെയും നെയിം ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ പ്രിൻറ്റ് കാർ 1 ഡോട്ട് നെയിം, അതുപോലെ പ്രിൻറ്റ് കാർ 2 ഡോട്ട് നെയിം. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാരുതി സ്വിഫ്റ്റ്, ടൊയോട്ടോ ഇന്നോവ എന്ന് പറയുന്ന നമ്മുടെ 2 ഒബ്ജക്റ്റുകളുടെ പേര് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഓരോ വാല്യൂസും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഉദാഹരണമായി ഞാനിവിടെ ബാക്കിയെല്ലാം പ്രിൻറ്റ് ചെയ്യുന്നു. കാർ 1 ഡോട്ട് നെയിം, കാർ 1 ഡോട്ട് പ്രൈസ്, കാർ 1 ഡോട്ട് കളർ. അതുപോലെ ഇവിടെ കാർ 2 ഡോട്ട് നെയിം, കാർ 2 ഡോട്ട് കളർ. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും മാരുതി സ്വിഫ്റ്റ്, പ്രൈസ് 10,000, കളർ റെഡ്, അതുപോലെ ടൊയോട്ടോ ഇന്നോവ വൈറ്റ്. നമ്മളിവിടെ 2 വട്ടം നെയിം കൊടുത്തു. സോ നമ്മളിവിടെ പ്രൈസ് കൊടുക്കാം, പ്രൈസ്. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൊയോട്ടോ ഇന്നോവ 20,000 വൈറ്റ് എന്ന് ലഭിക്കുന്നു. സോ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ വാല്യൂസും നമ്മൾ ആക്സസ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. കാർ 1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുന്നു, അതുപോലെ കാർ 2 ഡോട്ട് സ്റ്റാർട്ട്. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ആദ്യത്തെ 2 പ്രിൻറ്റ് മെത്തേഡാണിത്. നമ്മുടെ ഫംഗ്ഷൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. മാരുതി സ്വിഫ്റ്റ് എൻജിൻ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തപ്പോൾ, അതുപോലെ ടൊയോട്ടോ ഇന്നോവ എൻജിൻ സ്റ്റാർട്ടഡ്. സോ ഇത്തരത്തിൽ നമുക്ക് ഫങ്ഷൻസും ഇതുപോലെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
നമ്മൾ തൽക്കാലം ഈ ഫങ്ഷൻസ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ മാരുതി സ്വിഫ്റ്റിൻ്റെ പ്രൈസ് മാറി എന്ന് കരുതുക. നമുക്കത് 15,000 ചേഞ്ച് ചെയ്യണമെന്ന് നോക്കുക. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് car1 ഡോട്ട് പ്രൈസ് ഇസ് ഈക്വൽ ടു 15,000 എന്ന് കൊടുക്കുന്നു. സോ നമ്മളിവിടെ ആദ്യം ഇനീഷ്യലൈസ് ചെയ്ത സമയത്ത് നമ്മൾ 10,000 ആണ് കൊടുത്തത്. നമ്മൾ ഇവിടെ ഇതുപോലെ car1 ഡോട്ട് പ്രൈസ് എന്ന് പറയുന്ന വേരിയബിൾ ആക്സസ് ചെയ്ത് അത് 15,000 ആക്കി. ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാരുതി സ്വിഫ്റ്റ് 15,000 എന്നായിരിക്കും കാണുക. അതുപോലെ നമുക്ക് car2വിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. car2 ഡോട്ട് കളർ യെല്ലോ എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ടൊയോട്ടയുടെ കളർ വൈറ്റ് ആയിരുന്നു, ഇപ്പോൾ ടൊയോട്ട ഇന്നോവ 20,000 യെല്ലോ എന്ന് ലഭിച്ചു. ഇത്തരത്തിൽ നമുക്ക് ഓരോ വാല്യൂസും നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ആക്സസ് ചെയ്ത് നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഈ കളർ എന്ന് പറയുന്ന മെത്തേഡ് car1ൻ്റെ കളർ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കുക. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ടത് ഡെൽ കീവേഡ് ഉപയോഗിക്കുക, car1 ഡോട്ട് കളർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എറർ മെസ്സേജ് വരും. കാർ സബ്ജക്റ്റ് ഹാസ് നോ ആട്രിബ്യൂട്ട് കളർ എന്ന് പറയുന്നു. കാരണം നമ്മൾ കളർ ഡിലീറ്റ് ചെയ്തതുകൊണ്ട് car1ന് ആ കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കില്ല. നമ്മളത് car1ൻ്റെ കളർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റൺ ആവുന്നതായിരിക്കും. സോ നിങ്ങൾ കാണാം മാരുതി സ്വിഫ്റ്റ് 10,000. അതുപോലെ ടൊയോട്ട ഇന്നോവയുടെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല, അത് അതുപോലെ തന്നെ പ്രിൻ്റ് ആവുന്നു. നമുക്കിനി ഈ car2 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കുക. സോ നമ്മൾ ചെയ്യേണ്ടത് ഡെൽ കീവേഡ് കൊടുത്ത ശേഷം car2 എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ car2 ഒബ്ജക്റ്റ് ഡിലീറ്റ് ആവുന്നതാണ്. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എറർ മെസ്സേജ് വരും, car2 ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം നമ്മളിവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ car1ൻ്റെ മാത്രം ഡീറ്റെയിൽസ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. car2വിൻ്റെത് നമ്മൾ എറർ വരാൻ കാരണം നമ്മളിവിടെ car2 ഡിലീറ്റ് ചെയ്ത് അത് പ്രിൻ്റ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് എറർ വന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ക്ലാസ്സും ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്ത് നമുക്കതിലെ വാല്യൂ ആക്സസ് ചെയ്യാം. അതുപോലെ നമുക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രധാന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോഡ് റീയൂസബിലിറ്റിയാണ്. നമ്മൾ ഇത്രയും കോഡ് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. നമുക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ഈ കോഡ് നമുക്ക് വീണ്ടും എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.